ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബിൽ വീഡിയോ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചിടുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു DSLR ക്യാമറയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ ആണോ വീഡിയോ പിടിക്കുന്നതെങ്കിൽ അതിന്റെ ലെൻസ് ക്ലീൻ ആയിട്ട് വെക്കുക. കാരണം നമ്മൾ ലെൻസ് ക്ലീൻ ചെയ്യാതെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറയുകയും അതുപോലെ വീഡിയോ മൊത്തം ബ്ലറായിട്ടിരിക്കും. കാണുന്നവർക്കൊരു വീഡിയോനോട് ഒരു അട്രാക്ഷൻ കാണത്തില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ കോണ്ടാക്ട് ആണ്. നിങ്ങളിപ്പോൾ ക്യാമറയിലോ മൊബൈൽ ഫോണിലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുക. എങ്കിൽ മാത്രമേ ഒരു ഓഡിയൻസിന് ഒരു അറ്റൻഷൻ കിട്ടത്തുള്ളൂ വീഡിയോ കാണാൻ. അതായത് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന സമയത്ത് ഫേസ് ടു ഫേസ് ഓഡിയൻസിന് ഒരു കോണ്ടാക്ട് ഫീൽ ചെയ്യും. അല്ലാത്ത സമയത്ത് അവർക്ക് വീഡിയോ കാണാൻ ഒരു താല്പര്യം ഉണ്ടാകത്തില്ല. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ട് നല്ല ഹൈ ക്വാളിറ്റി, നല്ല വോളിയത്തിൽ വേണം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറവാണെങ്കിൽ ആൾക്കാർ കൂടുതലും ശ്രദ്ധിക്കുന്നത് സൗണ്ട് ആയിരിക്കും. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് മനസ്സിലാവണമെങ്കിൽ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ എക്സ്പോഷർ ആണ്. അതായത് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എക്സ്പോഷറും ഫോക്കസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ അതാണ് നിങ്ങൾ നാലാമതായി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ അത് സ്റ്റില്ലായിട്ട് നിൽക്കുക. കാരണം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ 3 സെക്കൻഡ് നിങ്ങൾ സ്റ്റില്ലായിട്ട് നിൽക്കുന്നതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട 5 കാര്യം എന്ന് പറയുന്നത്. ഇതും കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള 5 കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കണ്ടുകിട്ടാം. അതിലേക്കും ബൈ.